നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ആ റിപ്പോർട്ടുകളൊക്കെ ഏതോ വഷളന്മാരുടെ വികല ഭാവനകളാ. നിന്റെ അമ്മയ്ക്ക് ഒരു ക്യാൻസറും ഇല്ല, ഒരു മണ്ണാങ്കട്ടയില്ല. അമ്മ ഇവിടെ നിൽക്ക്, ഞാൻ തിരുമേനിയോടൊന്ന് സംസാരിക്കട്ടെ. ആ ശരി. നീയാണോ രോഗി? അല്ല, അമ്മയാ. നാ അമ്മയെ വിളിക്കേ. അതിനു മുൻപ് എനിക്ക് തിരുമേനിയോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. നാ അവിടെ ഇരിക്കേ. വിശദമായിട്ട് പറയൂ. പ്രശ്നം ഒരൽപ്പം കോംപ്ലിക്കേറ്റഡ് ആണ്. 99% അത് ക്യാൻസർ ആവാനാ സാധ്യതയെന്നാ റിപ്പോർട്ടിൽ പറയുന്നത്. ഓരോ പ്രാവശ്യം ഈ ഗുളിക കഴിക്കുമ്പോഴാണ് എനിക്ക് വോമിറ്റിങ്ങും വല്ലായികയൊക്കെ വരുന്നത്. ഇന്നലെ രാത്രി മോള് തന്നെ ഈ ഗുളിക കഴിക്കാതെ ദൂരെ കളഞ്ഞു. അതുകൊണ്ട് എനിക്ക് ഛർദിലും ഇല്ല, മറ്റൊരു അസുഖവും ഇല്ല. ആ ഗുളികയോ അതിന്റെ പ്രിസ്ക്രിപ്ഷനോ കൊണ്ടുവന്നിട്ടുണ്ടോ? ഗുളിക കൊണ്ടുവന്നിട്ടുണ്ട്. എടുക്കുക. ഒന്നാമത് ഞാൻ ഈ അലോപ്പതിക്കാരുമായിട്ട് ഉടക്കാം. അടുത്ത ഉടക്കിനുള്ള വെടിമുഴക്കായത്. ഞാൻ നിന്റെ അമ്മയ്ക്ക് ഇപ്പോൾ ഒരു മരുന്ന് കൊടുക്കും. അവർക്ക് വയറ്റിൽ ക്യാൻസർ ആണെങ്കിൽ അതിപ്പോ അറിയാം, ഛർദിക്കും. വിളിക്കട്ടെ അമ്മേ? വിളിക്കൂ. ദാ. അമ്മേ, അകത്തേക്ക് വരാൻ പറഞ്ഞു. വരിക വരിക, ഇരിക്കുക. എന്താ പേര്? നന്ദിനി. അസല് പേര്. ഇവള് മകളാ? അതെ. പെണ്ണായിട്ട് ഒന്നേ ഉള്ളോ? ഒന്നേ ഉള്ളൂ. മതിയല്ലോ, നഞ്ചെന്തിനാ നാണാഴി? ഞാനൊരു ഫലിതം പറഞ്ഞതാ. ഇവള് പിടിക്കുക, കേമത്തി. എനിക്കും ഈ സൈസ് ഒരു പേരക്കുട്ടിയുണ്ട്, നിലാചന്ദന. മണികണ്ട, എടാ ഏപ്യ. എന്താ തിരുവേനി? സഹചരാതി ഒരു ഔൺസ്. ആ, കൊണ്ടുവരാം. ആ, ഇതാ, ഇത് ഒറ്റ വലിക്ക് അങ്ങോട്ട് കുടിക്കുക. നിനക്ക് ഈശ്വരവിശ്വാസം ഉണ്ടോ? ധാരാളം. എന്നാൽ ഈശ്വരനെ ധ്യാനിച്ചോളൂ, കുടിക്കേ. തരിക, കൊണ്ടുവച്ചോളൂ. വല്ലോ തോന്നിയോ? കയ്പ്. നല്ല സംഗതികൾ പലതും കഴിക്കും. വേറെ വല്ലതും തോന്നുന്നോ? ഇല്ല. ആ കഷായം ഉള്ളിച്ചെന്നപ്പോ വയറ്റിലൊരു എരിപൊരു സഞ്ചാരം? ഇല്ല. ഒരു പരിഭ്രമം എന്ന് വെച്ച സംഭ്രമം? ഇല്ല. വിയർക്കുന്നുണ്ടോ? ഇല്ല. ഛർദിക്കണമെന്ന തോന്നൽ വരുന്നുണ്ടോ? ഇല്ല തിരുമേനി. ഈശ്വരോ രക്ഷതു, ഭഗവാൻ കടാക്ഷിച്ചു. നിന്റെ പ്രാർത്ഥന ദൈവം കേട്ടു കേട്ടോ. ഇനി പുറത്തേക്കിരിക്കുക. ഉവ്വ്. ആ റിപ്പോർട്ടുകളൊക്കെ ഏതോ വഷളന്മാരുടെ വികല ഭാവനകളാ. നിന്റെ അമ്മയ്ക്ക് ഒരു ക്യാൻസറും ഇല്ല, ഒരു മണ്ണാങ്കട്ടയില്ല. ഒന്നുകൊണ്ടും പേടിക്കണ്ട.
ഒരു രോഗവും ഇല്ല. ആര്യക്കര ചെറിയ നാരായണൻ മൂസ് പറയുന്നത് മുഴുവൻ വിശ്വാസമായില്ലെങ്കിൽ 1-2 ഹോസ്പിറ്റലിൽ കൂടി പോയി പരിശോധിച്ചോളൂ. നന്ദി തിരുമേനി. ഈശ്വരോ രക്ഷതു. അമ്മേ, എന്താ ഏ, എന്താ മോളെ ഇത്? സന്തോഷം കൊണ്ടാ. സന്തോഷം കൊണ്ടോ? അതെ, എന്റെ അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഇനി ഒന്നും മനസ്സിലാക്കാനില്ല. വാ പോവാം. ഏ, നിക്ക്. എന്താ മോളെ ഇത്? നീ എന്തിനാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? വാ, വന്ന് കാറി കയറുവാ. ഏ, കാര്യം പറഞ്ഞിട്ട് മുന്നോട്ട് പോയാ മതി. കാര്യമൊക്കെ പിന്നെ പറയാം. ഹ, അത് പോരാ. എനിക്ക് അറിഞ്ഞേ പറ്റൂ. എന്തൊക്കെയോ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നീ അതൊക്കെ എന്നോട് മറച്ചു വെക്കുന്നത്. നീ പറയ, സത്യം എന്താന്ന് അമ്മയോട് പറയ. അമ്മേ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞങ്ങൾ എല്ലാരും അമ്മയുടെ രോഗം കാരണം കരയുമായിരുന്നു. അതായിരിക്കും അല്ലേ അമ്മയും അച്ഛനും ചേട്ടനും ഒക്കെ ഇത്രയേറെ വിഷമിച്ചത്. അതെ, എനിക്ക് പലവട്ടം എന്തൊക്കെയോ സംശയങ്ങൾ തോന്നിയതാ. എല്ലാവരും കരയുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തമ്മേ. ആ പ്രാർത്ഥനകള് ദൈവം കേട്ടു. അമ്മ കാറി കയറ്. വാ അമ്മേ, വാ. അമ്മേ, അമ്മ വിഷമിക്കാതിരിക്കെ. പിന്നെ നമുക്ക് ഈ വഴി ചില സ്കാനിംഗ് സെന്ററുകളിൽ ഒന്ന് പോണം. വൈദ്യര് പറഞ്ഞ കാര്യം സ്കാൻ ചെയ്തൊന്ന് ഉറപ്പുവരുത്തണം. ഇതിന്റെ പിന്നിലെ കള്ളക്കളി കണ്ടെത്തിയേ പറ്റൂ. ഇതിന്റെ പിന്നിൽ അവള് തന്നെ ആയിരിക്കും, ആ മൈഥിലി. ചേട്ടാ, നമുക്ക് പോകുന്ന വഴിക്ക് സ്കാനിംഗ് സെന്ററിൽ ഒന്ന് കയറണം. അതിന്റെ ഫ്രണ്ടിലൊന്ന് നിർത്തണേ. ഓക്കെ മാഡം. അമ്മയുടെ കാര്യം ഒന്ന് സ്കാൻ ചെയ്ത് നോക്കണമായിരുന്നു. ശരി മാഡം. എന്റെ മീനാക്ഷി, ആരാണ് ഏത് സ്കാനിംഗ് സെന്ററിൽ നിന്നാണ് ഈ പഴയ റിപ്പോർട്ട് കിട്ടിയത്? അവരുടെ പേരിൽ കേസ് കൊടുക്കണം. ഈ റിപ്പോർട്ടുകൾ പ്രകാരം നന്ദിനി ദേവിക്ക് ക്യാൻസർ ഇല്ല. താങ്ക് യു മീര, താങ്ക് യു സോ മച്ച്. എന്റെ അമ്മയ്ക്ക് രോഗമില്ലെന്ന് അറിയാൻ വേണ്ടിയാ ഞാൻ മീരയ്ക്ക് ആ റിപ്പോർട്ട് അയച്ചു തന്നത്. എന്നാ ശരി, വെക്കട്ടെ. ശരി മീനാക്ഷി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.